തോറ്റു കഴിയുമ്പോഴത്തേക്ക് അവസാനം ടീച്ചറിനെ കുറ്റാം സമയം തന്നില്ലെന്ന്. സത്യമായിട്ട് ഞാൻ നല്ലോണം പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോയത്. ഇത് മിസ് മനഃപൂർവ്വം തരാത്തതാ മാർക്ക്. പിന്നെ നീ ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് നിനക്ക് മാർക്ക് തന്നില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കും കിട്ടും, അല്ലാതെ പഠിക്കാഞ്ഞിട്ട് ഇതുപോലുള്ള എക്സ്ക്യൂസ് പറയല്ലേ. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് 2 മണിക്കൂറാണ് ഞാൻ എക്സാമിന് ടൈം പറഞ്ഞത്. ഈ 2 മണിക്കൂറിൻ്റെ എക്സാം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പേപ്പർ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോവാം. ടൈമിന് മുന്നേ അഡീഷണൽ ഷീറ്റ് ഞാൻ ചോദിച്ചു എക്സാം എഴുതാനായിട്ട്, അതും തന്നില്ലേ. നീ പഠിക്കാണ്ട് പോയിട്ട് പരീക്ഷയിൽ തന്നെയാണ് നീ തോറ്റത്. ഒരു കാര്യമില്ലാതെ പേരൻസിനെ വിളിച്ചിട്ട് പറയും. നിങ്ങൾ പേരൻസ് എന്താ ഞങ്ങൾ പറയണ കേൾക്കത്തെ? എല്ലാ ടീച്ചേഴ്സും പറയുന്നത് മാത്രമല്ല ശരി. പിന്നെ ഈ പരീക്ഷയ്ക്കെല്ലാം തോറ്റിട്ട് വന്നിരിക്കണം നീ പറയണത് ഞാൻ കേൾക്കണം. നിങ്ങളിങ്ങനെ ഞങ്ങൾ പഠിക്കാഞ്ഞിട്ടാണ് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ഇത് ടീച്ചേഴ്സ് മനഃപൂർവ്വം ഞങ്ങൾ തോപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്തതാണ്. ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ഈ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പുസ്തകം വല്ലതും പഠിച്ചിരുന്നെങ്കിൽ തോക്കൂലായിരുന്നു. നാളെ രാവിലെ തന്നെ കോട്ടയത്തേക്ക് പോകണം. എന്നിട്ട് ഹോസ്റ്റലിൽ പോയി കളിക്കാനല്ല, ഇരുന്ന് പഠിക്കണം. കോട്ടയം SMV കോളേജ് വിദ്യാർത്ഥിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം സ്വദേശി അജാസ് ഖാനാണ് മരിച്ചത്.